നമ്മുടെ ഈ കറുത്തടുത്ത് തറവാട്ടിലുള്ള ആരുടെ ഒരു ചായയില്ല കുട്ടിക്ക്. മേലെടുത്തുകാരുടെയും ചായയില്ല. പിന്നെ ആരുടെ മുഖമാണ് കുട്ടിക്കുള്ളതെന്നാ എന്റെ സംശയം. ഞാനും അതാ ആലോചിക്കുന്നത്. ആ ആട്ടക്കാരിയായി നടന്നല്ലേ. എന്നാലും എന്റെ വാസുവിന് ഈ ഗതി വന്നല്ലോ ഈശ്വര. നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് എന്റേതാണെന്ന് തെളിയിക്കാൻ അവള് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്യുകയോ അഗ്നിയിൽ ചാടി ശുദ്ധി വരുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. എടീ, എന്റെ കുഞ്ഞാണെന്ന് മറ്റാരെക്കാളും തറപ്പിച്ചു പറയാൻ എനിക്കേ കഴിയൂ. ഇത്രയ്ക്ക് തറപ്പിച്ച് പറയാൻ എങ്ങനെയാ കഴിയുക? അത് പച്ചയായിട്ട് ഞാൻ നിന്നോട് പറയണോ? നീയും കല്യാണം കഴിഞ്ഞ ഒരാളോടെ പൊറുക്കാൻ പോയതല്ലേ? നീ കന്യകയായിരുന്നു എന്ന് എന്ത് തെളിവാ കാണിച്ചു കൊടുത്തത്? നിർത്തടാ. സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റി പറയുന്ന കേട്ടില്ലേ അവൻ? ഇവളുടെ നായരും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരി. എന്നെ വിശ്വസിച്ച് അന്യ വീട്ടിൽ നിന്ന് വന്നവൾ ചെയ്യുന്നത് മഹാ അപരാധം. സ്വന്തം മകന്റെ ഭാര്യ പിഴച്ചവളാണെന്നും അന്യന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നും പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണം. അല്ലെങ്കിലും ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അമ്മമാർക്ക് അവർ ശത്രുക്കളാ. എന്റെ നേരെ നിന്നൊരു അക്ഷരം മിണ്ടാത്തവനാ. അവൾ എന്തോ ചെയ്ത് അവളുടെ ചെൽപ്പടിക്ക് ആക്കിയിരിക്കുക. എന്താ എന്താ കിട്ടണേ മാവ? സാവിത്രി ഏട്ടത്തി ചോര എർദിച്ചു. ആശുപത്രിയിലാ.